6 മാസത്തിന് മുന്നേയുള്ള മുടിവെട്ടൽ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇത്തവണത്തെ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എനിക്കല്ല, എന്റെ അനിയത്തിക്കാണ്. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അങ്ങനെ എനിക്ക് മാത്രം വീട്ടിൽ നിന്ന് കിട്ടിയാൽ പോരല്ലോ, പുള്ളിക്കാരിക്കും കൂടെ കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തി, ആശ്വാസപ്പെടുത്തി, ഉന്മേഷപ്പെടുത്തി, ഉത്സാഹപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ കുളിച്ച് കുട്ടപ്പിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊന്ന് മുടിയൊക്കെ വെട്ടി സെറ്റാക്കിയ ശേഷം അവരിതാ എന്തോ ഒരു സാധനം തലയിലിട്ട് ഒരേ വലി ഒരേ പിടുത്തം. എനിക്ക് കണ്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. ഇപ്പൊ പിടിച്ചപ്പോ ഊരി വന്ന മുടിയൊക്കെ ഒട്ടിച്ചു വെക്കണതായിരിക്കോ, എന്തോ അങ്ങനെ. അതിനൊക്കെ ശേഷം എന്താ ഒരു വെള്ള ക്രീം എടുത്ത് തലയിൽ തേക്കുന്നത്. ഇനിയിപ്പോ കറുത്ത മുടി വെളുപ്പിക്കുന്ന പരിപാടിയായിരിക്കും. നീ എന്താ ഇവിടെ? പശ ഒഴിക്കോ കുമ്മായ ഒഴിക്കോ എല്ലാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനത് ഉണക്കരുത്തി. കൊച്ചിന്റെ മുടി ഉണക്കായി. ഇരുന്നിരുന്ന് കാലി കഴിച്ചപ്പോ ഞാനൊന്ന് നടക്കാൻ നോക്കി. കണ്ടമാന ഷാമ്പു ഹൈ മറിച്ചു കിട്ടാ എന്ത് പൈസ. വന്നപ്പോ തൊട്ടേ ശ്രദ്ധിച്ചതാണ് ഈ ഒരു ചെടി. പാവം പ്ലാസ്റ്റിക് ആണെങ്കിലും ഇത് നിന്ന് കാലി കഴിക്കില്ല, ഒന്ന് വീണു. തള്ളിയിട്ട് സഹായിക്കാന്ന് വെച്ചാൽ ചുറ്റും ക്യാമറ. അതെല്ലാം കണ്ട് കൊച്ചിനെ നോക്കിയപ്പോഴത്തേക്കും ദേ വീണ്ടും തല എഴുതാൻ പോയി. ഇതിനൊരു അറുതിയില്ലേ? പാടത്ത് നമ്മൾ ഞാറ് നടാൻ വരമ്പ് തിരിക്കുമ്പോൾ ആ ചേച്ചി തലയിൽ ഒരു വരമ്പൊക്കെ തിരിച്ച് ക്ലിപ്പൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചു. എന്റെ കഴുത്തും കൈയും ഒക്കെ വേദനിക്കാൻ തുടങ്ങി. ഇരുന്നിരുന്ന് എന്റെ നടു. എന്റെ അവസ്ഥ കണ്ട് പാവ അവിടെ നിന്ന് ഹിന്ദിക്കാരി കൊച്ച എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്തൊക്കെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതാ അവിടെ ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോൾ യുദ്ധഭൂമിയിൽ പുതിയൊരു പടം. സത്യമായിട്ട് എനിക്ക് മുടി വെട്ടണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പോരാൻ എന്നോട് യു ഹെയർ സ്ട്രൈറ്റ് ഹെയർ എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്താതിരുന്നപ്പോഴത്തേക്കും മണി എന്തായാലും 6 കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി തല നനയ്ക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മുടി വെട്ടാനായിട്ട് കയറി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാവും വീട്ടിലേന്ന് അപ്പൊ കിട്ടത്തില്ലേന്ന്. ഇന്നത്തെ ഞാനല്ല, എന്റെ അനിയത്തിയാണ്. എല്ലാം ഓക്കെ, പക്ഷെ ആ കറുത്ത കൊഴലിൽ നിന്ന് വന്ന കാറ്റിലെ ചൂട് അത് മാത്രം എനിക്ക് പിടിച്ചിട്ടില്ലായിരുന്നു. വലിയ കാര്യത്തിൽ വീട്ടിൽ നിന്നൊന്നും കിട്ടൂലെന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിലൊരു പേടി. ഇനി അഥവാ കിട്ടിയാലോ, വീട്ടിൽ ഉപയോഗിക്കാതെ പൊന്നോല വെച്ചേക്കുന്ന അലമാരയിലെ കുറച്ച് പാത്രങ്ങൾക്കിടയിൽ ഈ ഒരാളെ കൂടെ കൊണ്ടുവന്നിരുത്തി സോപ്പിട്ടാലോ. എന്റെ ചിന്തകൾക്ക് വരവറിയിച്ചുകൊണ്ട് ദേ പോകുന്നു ചിന്താമണി കൊലക്കേസിലെ സുരേഷ് ഗോപി അല്ല എന്റെ അനിയത്തി. കറുത്ത സൂട്ടൊക്കെ ഇട്ടങ്ങ് പോവുകയാ വക്കീലെന്ന വിചാരം ബാർബർ ഷോപ്പിൽ. സമയം കുറെ ആയല്ലേ, ഒന്നയിച്ച് വീട്ടിൽ പോടെ എന്നുള്ള ചോദ്യഭാവത്തിൽ ആ കൊച്ചു മുടി പിടിച്ച് 2 അലക്കലക്കണം. അവസാനം കയറിനെ നൂലാക്കാൻ പോയ പരിപാടിയായ സ്മൂത്തനിങ്ങിനുള്ള തിരശീല വീണിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മുടിയുടെ വൈബ്രേഷൻ മോഡൽ. ഇനിയിപ്പോ ചെയ്ത മുടികളെല്ലാം കുലുങ്ങിയാ വീഴോ, അതേ ഇനിയിപ്പോ ഉള്ള മുടികളെല്ലാം കറക്റ്റ് അതേ എണ്ണത്തിലുണ്ടോ എന്നുള്ള ചെക്കിംഗ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. വീട്ടിലെ പോരാളി എന്ന് തവിക്കാണോ ചട്ടകത്തിനാണോ എറിഞ്ഞിടണേന്ന് അറിയത്തില്ല. അപ്പൊ ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.